Watch full episodes on Jio Hotstar. അയ്യോ ലേസർ ഫയറിംഗ് എന്തിനാ ചെയ്യുന്നത്? ധൈര്യം ഉണ്ടോ ബോക്സിംഗ് ചെയ്യാ? ബോക്സിംഗ് അയ്യോ മാറാ. എന്റെ അമ്മോ, ഈ ബോക്സർ ചേട്ടൻ ഇത്ര വേഗത്തിൽ എങ്ങോട്ടായി പോകുന്നത്? എന്റെ അമ്മോ, പൊളിച്ചെടുത്തല്ലോ. ബോക്സർ ചേട്ടൻ എന്തെങ്കിലും ആപത്തിലായിരിക്കും. എങ്കിൽ ശരി, നമുക്ക് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാം. വേഗം എന്നെ ആരെങ്കിലും ഒന്ന് പോളിക്ക് പൊക്കിയെടുക്ക. എന്റെ അമ്മോ, ലെറ്റ്സ് ഗോ. വിടില്ല, വെറുതെ വിടില്ല. How is it? അല്ല, ഉമ്മാരൊക്കെ ആരാണ്? ഇതാ വായിക്കോ. എവിടെ നീ രക്ഷപ്പെടും നോക്കട്ടെ. ഏയ് മോട്ടുപത്രം, നിങ്ങൾ എവിടെയാണ്? വേഗം ഇങ്ങോട്ട് വന്നേ. ഓവർ. അയ്യോ എന്റെ കാല്, എന്റെ കാല്. അയ്യോ ഞാനിവിടെ പെട്ടുപോയേ. അയ്യോ എന്റെ കാല് ഇതിനടിയിൽ പെട്ടുപോയി. ഇപ്പൊ നീ എങ്ങനെ രക്ഷപ്പെടും? അല്ല ഇത് അയ്യോ കടയടിച്ചിട്ട് കൂടാ. ആരെങ്കിലും എന്റെ കാലെടുത്ത് എന്റെ കാലെടുക്കാൻ ആരെങ്കിലും സഹായിക്ക്. പോകൂ, പോയവരെ മടക്കൂ. എന്റെ കാല് അതേ ബോക്സിൽ പോയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ എന്റെ കാല്, ഇനി എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലേ? എന്റെ അമ്മോ, പക്ഷെ ഈ ആൾക്കാരൊക്കെ ആരാണ്? പറയൂ. അത് കുറച്ചു ദിവസം മുമ്പ് ഇവരെന്റെ അനിയനെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ അവന്മാർ എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുക. അത് ശരി, എങ്കിൽ ഇവന്മാരൊരു പാഠം പഠിപ്പിച്ചുള്ള കാര്യമേ ഉള്ളൂ. നിങ്ങളൊക്കെ ആരാണെന്നുള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞോണം. അതുപോലെ തന്നെ നിങ്ങൾ എന്തിനാണ് ബോക്സർ ഏട്ടന്റെ സഹോദരനെ കിഡ്നാപ്പ് ചെയ്തത്? പറയേ. ഐ ആം നസർ സിംഗ്. ഇതുവരെയ്ക്കും ആരും എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടതായി ചരിത്രമേ ഇല്ല. അയാളെ എന്നോടൊപ്പം മര്യാദയ്ക്ക് പറഞ്ഞേച്ചേക്ക്. പ്ലീസ് പ്ലീസ് നസർ ഏട്ടാ, അദ്ദേഹത്തിന്റെ സഹോദരൻ എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞതാ. ഒന്ന് പെട്ടെന്ന് പറയേ. അതൊന്നും പറയാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസിന് എതിരായ കാര്യമാണ്. മനസ്സിലായോ? പ്ലീസ്
ഒന്ന് പറഞ്ഞതാ ചേട്ടാ. ബോക്സർ ചേട്ടന്റെ സഹോദരൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞതാ. ദയവിതൊന്ന് പറഞ്ഞതാ ചേട്ടാ. അത് എന്റെ പൊന്നു ചേട്ടാ, പെട്ടെന്ന് പറയേ. ബോക്സർ ചേട്ടന്റെ സഹോദരൻ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എവിടെയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് കണ്ണു കാണില്ലേ? ഞങ്ങളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നോക്കൂ നസർ സിംഗ് സാർ, എന്നോട് പറയേ, ബോക്സർ ചേട്ടന്റെ സഹോദരനെ നിങ്ങൾ എവിടെ കൊണ്ടാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? വേണ്ട 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 വേണ്ട, എന്നെ അടിക്കരുത്. ഞാൻ പറഞ്ഞു വെക്കാം, ഞങ്ങൾ അവനെ സുപ്പാങ് ഐലൻഡിലേക്ക് കൊണ്ടുപോയി. ഓ, സൂപ്പർ ഐലൻഡ്. അയ്യോ, എന്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ട്. അയ്യോ, നമുക്ക് അവിടുന്ന് പോയേക്കാം. അയ്യോ, അയ്യോ, എന്റെ കണ്ണ്. അയ്യോ, എനിക്കത് കാണാൻ പറ്റുന്നില്ല. പതിലു എന്റെ കണ്ണിന്റെ കാഴ്ച പോയെന്നാണ് തോന്നുന്നത്. ചേട്ടാ നോക്കൂ, നീ ടെൻഷൻ ആവല്ലേ? ഇവരെ നമുക്ക് പിന്നെ കൈകാര്യം ചെയ്യാം. നസർ സിംഗ് സൂപ്പാങ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടാണ് ഓടിപ്പോയത്. പക്ഷെ ഈ സൂപ്പാങ് ഐലൻഡ് എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ. സൂപ്പാങ് ഐലൻഡ് ജപ്പാനിലെ ഏതാണ്ട് കുറച്ച് കിലോമീറ്റർ ദൂരത്തിൽ ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ഐലൻഡ് ആണ്. പ്രൈവറ്റ് ഐലൻഡ്? ആന്നേ, പ്രൈവറ്റ് ഐലൻഡ്. അവിടെയാണ് എല്ലാ വർഷവും ഇന്റർനാഷണൽ മാർഷൽ ആർട്ട് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് എന്റെ അനിയനെ അവിടുന്ന് രക്ഷപ്പെടുത്ത പ്ലീസ്. പത്തുലു, നമുക്ക് ഉറപ്പായിട്ടും സൂപ്പാങ് ഐലൻഡിലേക്ക് പോകണം. അതെ മോട്ടു, നമുക്ക് തീർച്ചയായിട്ടും അവിടേക്ക് പോകണം. എന്റെ ബോക്സറേട്ടാ, ആദ്യം നിങ്ങൾ കാര്യം തെളിച്ച് പറയൂ. അവരെന്തിനാ ആർക്കോയെ ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോയത്? എന്റെ അനിയൻ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. അവന് കുഴിച്ചെടുക്കുമ്പോ കിട്ടുന്ന സാധനങ്ങളുടെ പുറത്ത് അവൻ റിസർച്ച് ചെയ്യാറുണ്ട്. ഒരു ദിവസം അവൻ പേടിച്ചിട്ട് വീട്ടിൽ വന്നു. ആർക്കോ എന്തു പറ്റി? ആർക്കോ, നീ എന്തിനാണ് ഇത്ര പേടിച്ചിരിക്കണേ? ഞാൻ കുറെ കൊല്ലങ്ങളായി തെരഞ്ഞിരുന്ന സാധനം അതെനിക്ക് കിട്ടി. അതുകൊണ്ട് ആ ഗുണ്ടകൾ എന്നെ തെരയുന്നു. നിങ്ങൾ ഈ ലോക്കറ്റ് ഭക്തരുമായി സൂക്ഷിക്കണം. ഇത് ആരുടെ കൊടുക്കാൻ പാടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നേക്കാം. പക്ഷേ ഈ ഗുണ്ടകൾ നിന്റെ പുറകെ എന്തിനാ വരുന്നേ? അതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്തിനാ? ഓ നോ, ഈ ഗുണ്ടകൾ വീട് വരെ എത്തിയല്ലോ. ആ ലോക്കറ്റ് സൂക്ഷിക്കണേ. അല്ല ആർക്കോ, ഞാൻ പറയുന്നത് കേക്ക്. ആർക്കോ നിന്നെ അവിടെ. ആർക്കോ, ഞാൻ പറയുന്നത് അവനെ വിടരുത്, പിടിക്ക്. അവിടെ നിന്നെ. ആർക്കോ. അത് കഴിഞ്ഞ് അവൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. ഇത് നടന്നിട്ട് ഇപ്പൊ 15 ദിവസമായി. എന്നിട്ടിപ്പൊ പെട്ടെന്നായിരുന്നു ഈ ഗുണ്ടകളെ ഞാൻ കണ്ടത്. ഇനിയിപ്പൊ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ഗുണ്ടകൾ എന്നെ പിടിച്ചോണ്ട് സൂപ്പാങ് ഐലൻഡിൽ കൊണ്ടുപോയനെ. പക്ഷെ എന്തിനാണ് സൂപ്പാങ് ഐലൻഡിലേക്ക് പോകുന്നത്? ഈ റൗഡികൾക്ക് എന്തിനാണ് ഈ ലോക്കറ്റിന്റെ ആവശ്യം? ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് സുപ്പങ് ഐലൻഡിൽ പോയതിനു ശേഷം മാത്രമേ കിട്ടുള്ളൂ മോട്ടു. വരൂ, നമുക്കെല്ലാവർക്കും സുപ്പങ് ഐലൻഡിലേക്ക് പോകാം. ബോക്സറേട്ടാ, നിങ്ങൾ നന്നായി റെസ്റ്റ് എടുത്തോളൂ. നിങ്ങളുടെ സഹോദരനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാം. ഇത് ഈ മോട്ടുവും പത്തലും നിങ്ങൾക്ക് തരുന്ന വാക്കാണ്, ഉറപ്പായും. അതെ മോട്ടു പത്തലു, നിങ്ങൾ ഈ പൗച്ച് വെച്ചോ. ഈ പൗച്ചിനകത്ത് കുറച്ച് ഡോളേഴ്സ് ഉണ്ട്. പിന്നെ എന്നാ പിടിച്ചോ ഈ ലോക്കറ്റ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് ആവശ്യം വന്നേക്കാം. ടോക്കിയോയിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാരുടെയും ശ്രദ്ധയ്ക്ക് ഫ്ലൈറ്റ് നമ്പർ FR1974 ബോർഡിംഗിന് വേണ്ടി നിങ്ങളുടെ ബോർഡിംഗ് റെഡിയാക്കി വെക്കുന്നു. ഞാൻ എന്തായി കാണുന്നേ? ഇത്രയധികം സോഫ്റ്റ് ഡ്രിങ്ക്സോ? ചേട്ടാ, ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇത് വളരെ നന്നായിട്ടുണ്ട്. ഞാനൊരു സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുക്കാൻ പോവുകയാണ്. ലെമൺ വേണോ, ഓറഞ്ച് വേണോ, ലെമൺ വേണോ, സോഡ വേണോ? ഇത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അയ്യോ, അയ്യോ, വേണ്ട. അയ്യോ, പോയി. എന്തായി കാണിക്കുന്നേ? അയ്യോ, രക്ഷിക്കണേ. ബാഗൊക്കെ കേറ്റിയില്ലേ? അല്ല, ഈ മോട്ടു ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നത്. പൊളിക്കടുത്തല്ല മോട്ടു വരുന്നുണ്ട്. കൂടെ
ഇവിടെ തന്നെ പ്രശ്നം കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അയ്യോ, ഇത് നിൽക്കുന്നില്ലല്ലോ, പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ. വേണ്ട. അല്ല, നിങ്ങളൊക്കെ ആരാണ്? ഈ എയർപോർട്ട് മുഴുവൻ നശിപ്പിച്ചല്ലോ. അതെ, എന്നെ പൊന്നിച്ചേട്ടാ, എന്താ സംഭവിച്ചത് എനിക്കും അറിയില്ല. ഇതൊക്കെ അറിയാതെ നടന്നുപോയ കാര്യങ്ങളാ. എന്താണോ കാണിക്കുന്നേ? അതൊന്നുമില്ല ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾ ഇവിടെ ചുമ്മാതെ വെറുതെ വർത്താനം പറഞ്ഞ് നോക്കുകയാണോ? ടാക്സി ടാക്സി. അങ്ങനെ നമ്മള് ടോക്കിയോയിലെത്തി. അല്ല സാറേ, എവിടെയാണ് പോകേണ്ടത്? സോപ്പാങ് ഐലൻഡ്. ഓ, അപ്പൊ നിങ്ങൾ ഫൈറ്റേഴ്സ് ആണോ? അതെ, ഞങ്ങൾ ഫൈറ്റേഴ്സ് ആണ്. വലിയ ഭീകരന്മാരെയൊക്കെ ഞങ്ങൾ അടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ നിങ്ങളെ ഹാർബർ വരെ കൊണ്ടുവിടാം. അവിടുന്ന് നിങ്ങൾക്ക് സോപ്പാങ് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ക്രൂസ് കിട്ടും. ഓക്കെ. ഹായ്, ദേ ഷിപ്പ്. വാവ്, അടിപൊളി. ഇത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണല്ലോ. സൂപ്പർ. വാവ്. വരൂ. വാവ്. അടിപൊളി. കണ്ടില്ലേ? ഇതൊരു നീണ്ട യാത്ര ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല ക്ഷീണം കാണും. എനിക്ക് ഉറക്കം വരുന്നു. എന്തത്, നേരെ രാവിലെ 5 മണിയായി. നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാട്ടാ. നല്ല ക്ഷീണമുണ്ട് എനിക്ക്. സോറി സർ, നിങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ പറ്റില്ല. എന്റെ അമ്മോ. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആയിക്കോളൂ. മാർഷ്യൽ ആർട്സിന്റെ കോമ്പറ്റീഷൻ കാലത്ത് 6 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. മനസ്സിലായോ? പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ മാർഷ്യൽ ആർട്സ് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. അതെ ചേട്ടാ, ഞങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിട്ടൊന്നും അല്ല വന്നത്. ഞങ്ങളുടെ ബോക്സർ പയ്യയുടെ സഹോദരൻ ആക്കോയി ആരോ. അതെ, ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ ഈ സ്ഥലത്ത് വരുന്നത് ആരാണെങ്കിലും ഇവിടെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഇനിയിപ്പോ നിങ്ങൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ സെൻസായി ഗോറില്ല നിങ്ങളെ ജയിലിൽ അടച്ചു വെക്കും. എന്താ പറഞ്ഞ ജയിലിൽ പിടിച്ച് അടച്ചിടുന്നു? അതെന്ത് തമാശയാണ് ചേട്ടാ. അതേ പത്തിലു, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടാം. നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വരാം. പക്ഷെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റില്ലല്ലോ. എന്റെ അമ്മോ, ആരാണ് നമ്മളെ തടയാ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിൾ. വരൂ, നമുക്ക് പോകാം. ആരാ നമ്മളെ തടയുന്നത് നോക്കാം. Yes, come on. എന്ത് പറ്റി? എന്തൊരു മോനെ കാണുന്നത്? അയ്യോ, എല്ലാരും പെട്ടെന്ന് റെഡിയായി എത്രയും പെട്ടെന്ന് താഴെ വരണം. സെൻസായി ഗൊറില്ല ബാംബു സ്റ്റേഡിയത്തിലേക്ക് 6 മണിക്ക് എത്തിയിരിക്കും. മനസ്സിലായോ? താഴെ നിങ്ങൾക്ക് വേണ്ടി ബസ് വെയിറ്റിംഗാ. അതെ, നിന്റെ വിരട്ടിലൊന്നും പേടിച്ചു പോകുന്ന ആൾക്കാരല്ല ഞങ്ങള്. കൃത്യം 6 മണിക്ക് തന്നെ മീറ്റ് ചെയ്യാം.
പൊളിച്ചെടുത്തല്ലോ. എല്ലാവരും വേഗം വരൂ, കോമ്പറ്റീഷന് സമയമായി. വരൂ, നമുക്ക് അവിടെ പോയി മിണ്ടാതിരിക്കാം. എന്താ ഇത്? ഇതേതാ സ്ഥലം? വാട്ട് എ വ്യൂ. സിനിമയിൽ കാണുന്ന പോലെ ഉണ്ടല്ലേ? അതെ പത്തലു, നീ ഇത് കണ്ടോ? എന്ത് ഭംഗിയുടെ കാഴ്ചയാണിത്. പൊളിച്ചെടുത്തല്ലോ. കാണാൻ എന്ത് ഭംഗിയാണല്ലേ. റിയലി മാർവലസ്. എല്ലാവരും ഈ സ്ഥലം ആസ്വദിക്കുന്നതൊന്ന് നിർത്തൂ. എന്നിട്ട് നിങ്ങളൊന്ന് മിണ്ടാതിരിക്കൂ. ഫൈറ്റ് ചെയ്യാൻ നമ്മളെയും പ്രേരിപ്പിക്കും ഇവര്. എന്താണ് അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് വേഗം വരുന്നുണ്ടോ? നിങ്ങൾ കൂടെ സമയം വരുമ്പോ ഞങ്ങൾ വിളിക്കും. അപ്പൊ വരണം. ഓക്കെ ഓക്കെ, ഞങ്ങൾ പോകാം. സോറി സോറി, എന്നോട് ക്ഷമിക്കൂ. എല്ലാവർക്കും സ്വാഗതം. മാർഷ്യൽ ആർട്ട് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാറ്റിനേക്കാളും മുമ്പ് ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു സെൻസായ് ഗോറില്ല, the great fighter, the king of Supang Island. കണ്ടില്ലേ, ഷെൻസായ് ഗോറില്ല വന്നിരിക്കുന്നു. അതെ, ഒന്ന് മാറി നിൽക്കി ചേട്ടാ, ഞങ്ങൾ ഒന്ന് കണ്ടോട്ടെ. മാർഷ്യൽ ആർട്സ് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Let's play. Fight. Get ready. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? ഈ റൗണ്ടിന്റെ വിന്നർ ഹാഡിയാണ്. അടുത്ത ഫൈറ്റേഴ്സ് ആണ് ജോൺസൺ ആൻഡ് മോണ്ടി. Start. ഇനി അടുത്ത ഫൈറ്റേഴ്സ് ആണ് സാൻഡി ആൻഡ് ഹാരി. Start. അയ്യോ, വെള്ളം. നല്ല രസമുണ്ട്. അത് അടിപൊളിയായിരുന്നു. അടിക്ക് അടിക്കോനെ, അടിക്ക് 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 അടിക്ക്. എന്റെ മോട്ടു, നീ ഒന്ന് കൺട്രോൾ ചെയ്യേ, അല്ലെങ്കിൽ അടുത്തതായി ഫൈറ്റ് ചെയ്യാൻ നമ്മളെ തന്നെ ചിലപ്പോ വിളിച്ചേക്കും. വരൂ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മിണ്ടാതെ സ്ഥലം വിടാം. എവിടേക്കാണ് പോകുന്നത്? പോയി നിങ്ങളുടെ സ്ഥലത്തിരിക്കാൻ. പോകാൻ. ഇവിടുന്ന് നേരിട്ട് പോയാലേ നിങ്ങളുടെ കാര്യം പോക്കാം.
എന്റെ മോട്ടു നീ എന്തായി കാണിക്കുന്നേ? ഇപ്പൊ നമ്മളും ഫൈറ്റ് ചെയ്തേ മതിയാകൂ. വേണ്ട വലിയടാ, രക്ഷിക്കേ. അയ്യോ ഇല്ല, ഞാനില്ല, എനിക്ക് വയ്യ. അതെ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞങ്ങളിവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇനിയിപ്പോ മോട്ടുവിന്റെ കൂടെ ഇവിടെ മത്സരിക്കാൻ പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫൈറ്ററാണ്, സ്മാഷിംഗ് ബുഗാട്ട. അയ്യോ ഞാനിവിടെ പെട്ടുപോയല്ലോ. അയ്യോ ഇനി എന്താ ചെയ്യുക? അയ്യോ ഏതോ പ്രേതമുള്ള വരുന്നേ. രക്ഷിക്കണേ. അയ്യോ വലിയതാ. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. Come on, fight with me. അതെ വേണ്ട വേണ്ട, എനിക്ക് ഫൈറ്റ് ഒന്നും ചെയ്യണ്ട. അതെ ചേട്ടാ, എനിക്ക് ചേട്ടൻ യാതൊരു പിഴക്കവുമില്ല. അതെ ഞങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്നും അല്ല വന്നത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. വേണ്ട വേണ്ട ചേട്ടാ വേണ്ട. സെൻസൻ ഗുരുല സാർ, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കൂ. ഞങ്ങളിവിടെ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയതാണ്. ഞങ്ങളിവിടെ ആരോടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾക്ക് ഇവിടുന്ന് പോണെന്നുണ്ടെങ്കിൽ എല്ലാരെയും തോൽപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഫൈറ്റ് ആൻഡ് വിൻ യുവർ ഫ്രീഡം. വേറെ ഒരു വഴി ഞാൻ കാണുന്നില്ല. ഓക്കേ ഷൻസായി, താങ്കൾ ഇങ്ങനെ നിർബന്ധിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഫൈറ്റ് ചെയ്യും. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ആരും ഫൈറ്റർമാരൊന്നുമല്ല. താങ്കൾ പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി എല്ലാവരോടും ഫൈറ്റ് ചെയ്യാം. പെർമിഷൻ ഗ്രാന്റഡ്. നിന്നെ പോലുള്ള കൂട്ടുകാർ വളരെ കുറവാണ്. Let's fight. സ്മാഷ് ചെയ്തേക്കും, ഞാൻ നിന്നെ സ്മാഷ് ചെയ്തേക്കും. ഇതാ എത്തിക്കഴിഞ്ഞു. നീ ഇവിടെ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വരട്ടെ. മോട്ടു, എന്റെ മോട്ടു നീ അവന്റെ അടുത്തേക്ക് പോകണ്ട. അവനെ കണ്ട നല്ല ശക്തിശാലിയെ പോലെയുണ്ട്. അവർ എത്ര ശക്തിശാലിയാണെങ്കിലും വോട്ടുകളെ തോൽപ്പിക്കാൻ അവനാവില്ല. ഐഡിയ. മോട്ടു നീ ഇങ്ങോട്ട് വാ. ആരാണിത്? മിസ്റ്റർ മോട്ടു എവിടേക്കാണ് പോയത്? അത് ഞാൻ മോട്ടു തന്നെയാണ്. പക്ഷെ കുറച്ച് തുണി ചുറ്റിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓ, പോയി ഒരുപാട് പ്ലാസ്റ്റിക് ഇട്ടോണ്ട് വാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചൊരു വഴിയാക്കി കളയും. അയ്യോ എന്റെ കൈ ഓടിച്ചേ. അയ്യോ ഈ കൈ പോയേ, എന്റെ രണ്ട് കൈ ഓടിച്ചു പോയേ. അയ്യോ വേദനെടുക്കുന്നേ. അയ്യോ വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ, ഒന്നും ചെയ്യില്ലേ ചേട്ടാ. ഞാൻ പറഞ്ഞത് കേക്ക്, ദേവി തന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് തോന്നുന്നു മിസ്റ്റർ മോട്ടുവിന് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ഡ്രാമയൊക്കെ കളിക്കുന്നത്. സ്മാഷിംഗ് ബൊഗോട്ട, ഈ അഭ്യാസിയെ നിങ്ങൾ തകർത്ത് കളഞ്ഞേക്ക്. വിത്ത് പ്ലഷർ. നിന്റെ ഗുരുക്കളെ എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചോ. വേഗം പോയി ഫൈറ്റ് ചെയ്യേ. ഇനി ഇങ്ങനെ കോമഡി ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഫോക്കസ് ആൻഡ് ഫൈറ്റ്, ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മയിലുണ്ടായിരിക്കണം. നീ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ നല്ല കോൺസെൻട്രേഷൻ വേണം. അതുപോലെ നിന്നിൽ തന്നെ നല്ല വിശ്വാസം ഉണ്ടാവണം. വരൂ. കം കം.
നിനക്ക് ശക്തിയുണ്ട്. നല്ല ഫൈറ്ററായി. ഇന്നത്തെ ഫൈറ്റ് ഇപ്പൊ അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് റെസ്റ്റ് എടുക്കേ. പറഞ്ഞത് മനസ്സിലായല്ലോ? ഞാൻ ജയിച്ചല്ലോ. വിട്ടോ വണ്ടി വേഗം വിട്ടോ. ഞാൻ ജയിച്ചല്ലോ. അങ്ങോട്ട് നോക്ക്. ആ കാറിൽ നസർ സിംഗ് ഇരിക്കുന്നത്. അവന് തീർച്ചയായും ആർക്കോ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയും. നമുക്ക് അവനെ ഫോളോ ചെയ്ത് പോവാം. അതെ, പോകാം, ഫോളോ ചെയ്യാം. ഡ്രൈവർ ചേട്ടാ, മതി മതി മതി, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം. നിങ്ങൾ ആ സ്റ്റിയറിംഗ് ഒന്ന് വിട്. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് നിർത്ത. Come on, boys. ബോസ് ജോലി കഴിഞ്ഞു. ഞാൻ ആ പൗച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അത് ശരി. അടിപൊളി ഷെൻമി. നീ ഇന്ന് ചെയ്ത ജോലി വേറെ ആരെയും കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ ജോലിക്ക് ഫലമുണ്ടായി. ഇതിൽ ഡെവിൾസ് ഹാർട്ടിലേക്ക് എത്തിച്ചേരാനുള്ള മാപ്പ് ഉണ്ട്. ഇതിൽ 3 ഭാഗങ്ങളുണ്ട്. 4ാമത്തെ ഭാഗം ആരുടെ കയ്യിലാണോ അവൻ എന്റെ കസ്റ്റഡിയിലാണ്. ഇത്രയും നേരം അവന്റെ കൂടെ വളരെ നന്നായിട്ടാണ് ഞാൻ പെരുമാറിയത്. ഇനിയിപ്പോ അവന് ആ 4ാമത്തെ ഭാഗം തന്നേ പറ്റൂ. ഏതായാലും നിന്റെ ഈ ജോലി നമ്മളെ സന്തോഷപ്പെടുത്തി ഷെൻമി. ബോസ്, വളരെ നന്ദിയുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്കറിയാമോ ഈ ഡെവിൾസ് ഹാർട്ട് എന്താണെന്ന്? ഒരു പക്ഷെ അറിയില്ലായിരിക്കും. ഈ ഡെവിൾസ് ഹാർട്ടിനെ ഞാൻ ഫുൾ മൂൺ ദിവസത്തിൽ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ ഈ ഭൂമിയിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമുണ്ടാവില്ല. ആ ഫുൾ മൂൺ നാളെ രാത്രിയിലാണ്. എന്റെ അടുത്ത് സമയം കുറവാണ്. ഹൾക്ക്, നാളെ രാത്രിക്കകം ആ ആർക്കോടെ കയ്യിൽ നിന്ന് എന്റെ 4ാമത്തെ ഭാഗവും മേടിക്കണം. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക്. അല്ലെങ്കിൽ അവനെ തീർത്ത് കളഞ്ഞേക്ക്. Yes, sensei. ഡെവിൾസ് ഹാർട്ട് ആരുടെയും കയ്യിൽ പോയി ചേരാൻ പാടില്ല. അതുകൊണ്ട് അതിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വെച്ചാ അതിന്റെ മാപ്പിന്റെ 4 കഷ്ണമാക്കി 4 സ്ഥലത്തായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ ആ 3 ഭാഗങ്ങൾ സ്വന്തമാക്കി. എന്ത് കോപ്രായമായത്! ഇതിനകത്ത് മാപ്പിന്റെ 3 കഷ്ണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അതെവിടെ പോയി? സെൻസി, ഞങ്ങൾ ആ പൗച്ച് ഒരിക്കലും തുറന്നു നോക്കിയിട്ടേ ഇല്ല. ഇത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ കൊടുക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ നീ പറയുന്ന പോലെ ഇതാ ഒറിജിനൽ പൗച്ച് അല്ല. എവിടെയാണ് ഒറിജിനൽ? പറഞ്ഞോ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇവിടെ തന്നെ കൊന്നുകളയും. ഓർമ്മ വന്നു ബോസ്. അതെ, എയർപോർട്ടിന്റെ അകത്ത് ഞങ്ങളെ ഒരാൾ വന്ന് ഇടിച്ചു. എനിക്ക് തോന്നുന്നത് അവന്റെ അടുത്താണ് ആ പൗച്ച് ഉണ്ടാവാന്നാണ്. നീ എത്ര ഈസി ആയിട്ടാണ് എന്റെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് വ്യർത്ഥമാക്കി കളഞ്ഞത്. നാളെ രാത്രിയിലാണ് ഫുൾ മൂൺ. അതിന് മുമ്പായിട്ട് ആ മാപ്പിന്റെ 3 കഷ്ണങ്ങളും ആ 4ാമത്തെ കഷ്ണവും എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും.
വരൂ. എല്ലാം പോയി. സാർ, ഞങ്ങൾ ആർക്കൊന്റെ ചേട്ടൻ ബോക്സറിനെ പിടിച്ചിരിക്കുന്നു. പക്ഷെ അവരുടെ കൂട്ടുകാർ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അദ്ദേഹം നല്ലൊരു ഫൈറ്റർ ആയിരുന്നു. യൂസ്ലെസ്, നിങ്ങൾ എല്ലാവരും യൂസ്ലെസ് ആണ്. ഞാൻ ഒരു ഗുണമില്ലാത്തവന്മാരെ ആണല്ലോ ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നത്. ഓ, അയാളെ പിടിച്ചോണ്ട് വാ, അല്ലെങ്കിൽ നീയും രക്ഷപ്പെടില്ല. പെട്ടെന്ന് പോ. നമുക്ക് എങ്ങനെയെങ്കിലും ആ നസർ സിംഗിനെ തേടി കണ്ടുപിടിച്ചേ മതിയാവും. ആർക്കോയെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ അവൻ എവിടാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്താ നിങ്ങൾ ശരിക്കും ഏതെങ്കിലും ജയിൽ പുള്ളിയെ വിടുവിക്കാൻ വന്നതാണോ? പ്ലീസ് പ്ലീസ്, അന്ന് എന്നെ കൂടെ ഒന്ന് സഹായിക്കൂ. ഞാനും ഇവിടെ കുറെ നാളായിട്ടൊരു ബന്ദിയാണ്. അവിടെ ഗോറിയിലേക്ക് ആരാണോ വീക്ക് ഫൈറ്റർ ആയിട്ട് തോന്നുന്നത് അയാളെ എപ്പോഴും ഒരു ബന്ദിയായിട്ടാണ് അയാൾ വെക്കുന്നത്. ഇനിയിപ്പോ ഏതെങ്കിലും ഫൈറ്റർ അയാൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ അയാൾ ജയിലിൽ അടച്ചു വെക്കും. ഞാൻ എന്റെ ഫാമിലിയെ കുറിച്ച് എന്നും ഒത്തിരി ഓർക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇവിടുത്തെ ജയിൽ പുള്ളികൾ എവിടെ അടച്ചു വെക്കാറുള്ളത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് തെളിച്ച് പറ. ഇവിടെ ആര് വന്നാലും അവർക്കൊക്കെ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. തോറ്റുപോയാൽ അവരെ ജയിലിൽ അടച്ചു വെക്കും. എന്നിട്ട് ഈ സ്ഥലത്തെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. ഇനി അഥവാ ജയിച്ചാലോ അയാളെ ഷെൻസായി ഗോറില്ലയുടെ ടീമിലേക്ക് എടുക്കുകയും ചെയ്യും. ഇനിയിപ്പൊ സമ്മതിച്ചില്ലെങ്കിൽ അയാളെയും ജയിലിൽ അടച്ചു വെക്കും. ഇവിടെ ഇപ്പൊ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഞങ്ങളൊക്കെ ഒരു തരത്തിൽ ഞങ്ങളൊക്കെ ബന്ദികൾ തന്നെയാ. പിന്നെ അയാൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഓടില്ലെന്ന് ബോധ്യമായി കഴിഞ്ഞാ ഇവിടെയുള്ള എല്ലാ ജോലിയും ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. പക്ഷെ ആ ജയിൽ എവിടെയാണെന്ന് പറ ചേട്ടാ. സെൻസൈ ഗുഹാൻ ഗൊറില്ലയുടെ പാലസില് എല്ലാ ബന്ദികളും അവിടെയാണെന്ന്. എന്റെ അമ്മോ, പക്ഷെ ആ പാലസിനകത്തേക്ക് നമ്മൾ എങ്ങനെ പോകും? അവിടെ ഗൊറില്ല ഗാർഡ്സ് ഒക്കെ കാണുമല്ലോ ചേട്ടാ. എനിക്ക് നിങ്ങളെല്ലാവരും അവിടെ കൊണ്ടുപോകാൻ സാധിക്കും. വാ, പെട്ടെന്ന് പോവാം. ഇരിക്ക്. ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ. വാ, പോവാം. ഞാൻ അയാളെ എവിടെയാണ് പോയി കണ്ടെത്തുക? ആ പൗച്ച് എക്സ്ചേഞ്ച് ആയത് എയർപോർട്ടിലാണല്ലോ. എടോ, എന്താണോ ഈ ചെയ്യുന്നത്? നിങ്ങൾ ഈ കാണിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ. സോറി, വിട്ടേക്ക്. വേഷം കെട്ടെടുക്കണ്ടാ. കുറച്ച് മര്യാദയൊക്കെ സംസാരിക്ക്. എന്റെ മോട്ടു, നീ അത് വിട്ടുകളാ. ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അത് പിന്നെ ബോസ്, അയാള് അതെനിക്കറിയാടാ. അവന്മാര് ചീത്ത പറഞ്ഞോണ്ട് പോകുന്നതല്ലേ. അതല്ല ബോസ്, അയാള് എനിക്കറിയാം അവൻ ദേഷ്യത്തിലാണ്. അതിനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അതല്ല ബോസ്, ഇയാളല്ലേ എയർപോർട്ടിൽ നമ്മളെ വന്ന് ഇടിച്ചത്. ഇതിനെ കുറിച്ച് ആദ്യം തന്നെ എന്താണ് പറയാത്തത്? വേഗം വരടാ, പോവാം നമുക്ക്. പോ ബോസ്, ഞാൻ വരില്ല. നിങ്ങൾ എന്നെ സംസാരിക്കാൻ വിട്ടില്ലല്ലോ. ഇപ്പൊ വായ തുറന്നപ്പോ തല്ലുകയും ചെയ്തു. ശരി ശരി, ഓവറാക്കാതെ വേഗം ഒന്ന് പുറപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ ഗുരുള്ള ബോസ് നമ്മൾ ആരെയും വെറുതെ വിടില്ല. ഇല്ലെങ്കിൽ ജീവിതം മുഴുവനും ഇരുന്ന് കരയേണ്ടി വരും. അയ്യോ, വരൂ ബോസ്, നമുക്ക് പോവാം. അതെ ചേട്ടാ, ഇതെന്താ കുണ്ടും കുഴി കൂടെ ഒക്കെ പോകുന്നത്? ഇതാണ് ഒരു സീക്രട്ട് വഴി. ചേട്ടാ, വഴിയൊന്നും കാണാൻ മേല. ഇതെങ്ങോട്ടേക്ക് പോകുന്നത്? ഇതാണ് വുഹാൻ ഗൊറില്ലയുടെ പാലസ്. എന്നിട്ട് ഇതിന്റെ താഴെയാണ് ആ പ്രിസൺ. ഇവിടുന്ന് ഇങ്ങനെ ചവിട്ടി കയറി നിങ്ങൾക്ക് മുകളിൽ വരെ എത്തണം. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. ഇടയ്ക്ക് പിന്നെ നിങ്ങൾ ഒരു ചിലപ്പോ ഗുഹ കണ്ടേക്കാം. അത് നിങ്ങളെ ആ പ്രിസൺ ഉള്ള സ്ഥലം വരെ കൊണ്ടുപോകും. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ വഴി വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം പോകാൻ. ഓക്കെ, താങ്ക് യു. ബോസ് ബോസ്, ഞങ്ങൾ കണ്ടുപിടിച്ചു. ആ പൗച്ച് വെച്ചിരിക്കുന്ന ആൾ ഇവിടെയാണ് ഉള്ളത്. എയർപോർട്ടിൽ വെച്ച് പൗച്ച് മാറി എന്ന് പറഞ്ഞില്ലേ, അവൻ ഇവിടെയാണ് ഉള്ളത്. അതും നമ്മുടെ ഐലൻഡിലാണ് ഉള്ളത്. ഞാൻ അവനെ കണ്ടു. ഞാൻ അയാളെ വരുന്ന വഴിയിൽ കണ്ടു. ഷെന്മി, അയാളിപ്പോ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അയാള് നമ്മുടെ റിസോർട്ടിൽ തന്നെ ഉണ്ടാവും. ഈ ഉമ്മാരെ കൊണ്ടുപോയി ആ റിസോർട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ നോക്ക്.
ചെല്ല്, അയാൾ ഏത് റൂമിലാണുള്ളതെന്ന് നോക്ക്. എന്നിട്ട് അയാളുടെ ആ പൗച്ച് എടുത്തോണ്ട് വാ. എന്നിട്ട് അതിന്റെ കൂടെ അവരെല്ലാരും ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാ. ഓക്കെ ബോസ്, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം. ഞങ്ങളുടെ അടുത്തുനിന്ന് ഇപ്രാവശ്യം ഒരു മിസ്റ്റേക്കും സംഭവിക്കില്ല. ഇത് ഭയങ്കര പൊക്കത്തിലാണല്ലോ. അത് ഉടക്കിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഓടിച്ചെടുത്തല്ലോ. ആദ്യം ഈ മല ഞാൻ കേറിക്കോളാട്ടാ. എനിക്ക് മല കയറുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്, അറിയോ? എന്റെ അമ്മോ, ഏയ് നെക്സ്റ്റ് ഇസ് മൈ ടേൺ. കം ഓൺ. ഇപ്പോഴേ എന്റെ ടേണാണ്. വലുത് കയറിക്കോ. സൂക്ഷിച്ച്. അങ്ങനെ വിട് വലിക്ക്. ആരെങ്കിലും രക്ഷിക്കണേ. ആ ചിങ്സി ചേട്ടൻ പറഞ്ഞ കേവ് ഇത് തന്നെ ആയിരിക്കുമെന്നാ തോന്നുന്നേ. ഇതെന്താ ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ. എന്റെ അമ്മോ, എന്റെ അമ്മോ, ഇതെന്താ വവ്വാലിന്റെ തറവാടാണോ? എല്ലാരും ടോർച്ചടിച്ച് പോയാ മതി. Come on. എന്റെ അമ്മോ, കിട്ടിയില്ലേ? രക്ഷിക്കണേ. ഒപ്പത്തിലൂ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അകത്ത് പോയി നമുക്ക് ആർക്കോയെ രക്ഷിക്കാം. ഏയ്, എല്ലാവരും ബി കെയർഫുൾ. അതെ, എല്ലാരും സൂക്ഷിച്ച് പോണം കേട്ടാ. പേടിണ്ടെങ്കിൽ എന്റെ ചുറ്റും വന്ന് നിന്നാ മതി. ഇത് കണ്ടിട്ട് ഏതോ രഹസ്യപാത പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അങ്ങോട്ട് പോകാം. വരൂ. വരൂ. വലിയ നമ്മൾ ശരിയായ സ്ഥലത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് എവിടെയാണ് ജയില്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ ഗാർഡ്സ് ഒക്കെ ഉള്ളത്. പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആണല്ലോ. നമുക്ക് എല്ലാവർക്കും ആരുടെയും കണ്ണിൽ പെടാതെ വേണം പോകാനായിട്ട്. പൊളിച്ചെടുത്തല്ലോ. ഇവിടെ ഒളിഞ്ഞിരിക്കാം. അല്ല, അവർക്ക് എന്താണ് പറ്റിയത്? അല്ല, ഇതെന്ത് പറ്റി? ഇവിടെ തീർച്ചയായിട്ടും ആരും ഉണ്ട്. നോക്കാളെ. മോട്ടു, മോട്ടു ഓടിക്കോ. മോട്ടു. അയ്യോ, ഇത് പറഞ്ഞു വീടല്ലോ. എന്റെ അമ്മ, മോട്ടു ഒന്ന് വേഗം വന്നേ. അതെ ചേട്ടാ, നിങ്ങൾക്കൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ പറ്റില്ലേ? പേടിക്കാവന്മാരെ. രക്ഷിക്കൂ. മിസ്റ്റർ ബൊഗാട്ട, മിസ്റ്റർ മോട്ടു, ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ആരും വിഷമിക്കണ്ട, നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ രക്ഷിക്കാം. പക്ഷെ ഈ ആർക്കോയെ മാത്രം ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെയാണ് ആർക്കോ? 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 ഞാനിവിടെയുണ്ട് മോട്ടു പത്ലു, ഞാനിവിടെയുണ്ട്. ആർക്കോ? 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 അല്ല, ആർക്കോ ചേട്ടാ, നിങ്ങളെ ഭാഗ്യത്തിനാ കണ്ടെത്തിയതാ. പത്ലു,
നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ? എന്റെ ദൈവമേ, നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയുക? ഞങ്ങളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കൂ. എന്റെ അമ്മോ, ദാ എന്റെ കയ്യിൽ ചാവിയുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെ പുറത്തേക്കാക്കും. ആ ബോക്സർ എവിടെയാണ് പോയത്? ചേട്ടാ, ബോക്സ് റൈഡർ യാതൊരു കുഴപ്പമില്ല. അതോർത്തൊന്നും വിഷമിക്കണ്ട. ബോക്സ് റൈഡർ എനിക്ക് ഈ ലോക്കറ്റ് തന്നായിരുന്നു. എവിടെ പോയി ആ ലോക്കറ്റ്? എവിടെ പോയി? അത് ഞാൻ റൂമിൽ വെച്ച് മറന്നുപോയെന്ന് തോന്നുന്നു. എന്ത് ലോക്കറ്റ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ശരി ശരി, വേഗം നമുക്ക് ആ ലോക്കറ്റ് എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അതെ ബൈൽവാൻ ചേട്ടാ, വേഗം പുറത്തേക്ക് വന്നേ. നിങ്ങൾ പോയേക്ക്. മറ്റു കുറ്റവാളികളെ ഞാൻ തുറന്നു വിട്ടേക്കാം. ഓക്കെ, കം സൂൺ. മര്യാദക്ക് എല്ലാരും സറണ്ടർ ആയിക്കോടാം. ഒരു കൂട്ടുകാരെ, ഇവരെ വിടാൻ പാടില്ല. ഇത് ചീറ്റിംഗ് ആണ്. മോട്ടു പത്തിലോ, നിങ്ങൾ പോയേക്ക്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഇവനെ നോക്കിക്കോളാം. ശരി, നമുക്ക് വിടാൻ പോകാം. പാടില്ല. മോട്ടു, നമുക്കിപ്പോ ആ രഹസ്യ വഴിയിലൂടെ പോകാൻ കഴിയില്ല. അവിടെ സെക്യൂരിറ്റികളുടെ പട തന്നെയുണ്ട്. എനിക്കൊരു വഴി അറിയാം. വരും, നമുക്ക് ഈ വഴി കൂടെ പോകാം. ശരി, പോകാം. ഇതാണ് വഴി. വേഗം ഓടി കേറാൻ നോക്ക്. ആരുമില്ല ഇവിടെ. ഇങ്ങോട്ട് വാ. അതേ പത്തിലും ഗാർഡ്സ് ഒക്കെ തന്നെ അവിടെ നിൽപ്പുണ്ട്. മോട്ടു, ശബ്ദമുണ്ടാക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. എന്റെ മോട്ടു, നീ ഒന്ന് വേഗം വായോ, അല്ലെങ്കിൽ ഗാർഡ്സുകളെല്ലാം പിന്നാലെ വരും. ഇതേതോ പുതിയതായിട്ട് ഒരുത്തൻ അവിടെ നിൽക്കുന്നു. ഇതേതാ പുതിയ അവതാരം? നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. ഗുഹാൻ ഗോരില്ല വന്നു. നമ്മളിനി എന്ത് ചെയ്യും? എന്റെ കയ്യിലുള്ള സാധനം എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയോ? അതുകൊണ്ട് അതെടുക്കാനായിട്ട് എനിക്ക് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടി വന്നു. ഇവിടുന്ന് ഓടിയേക്കാം. പൊളിച്ചെടുത്തല്ലോ. നമ്മുടെ അവസ്ഥ കണ്ടില്ലേ? ഒരു ഭാഗത്ത് ആനയും മറുഭാഗത്ത് പോത്തും. മിസ്റ്റർ മോട്ടു പത്ലു, നിങ്ങൾ വിചാരിച്ചു കാണും എന്റെ ബന്ദികളെ കൊണ്ടുപോകാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതെ, നോക്കും മിസ്റ്റർ വുഹാൻ, ഞാൻ ഇദ്ദേഹത്തിന്റെ ചേട്ടന് വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇവിടുന്ന് രക്ഷിച്ച് കൂട്ടിക്കൊണ്ട് വരാമെന്ന്. ഞങ്ങൾ ഒരിക്കലും കൊടുത്ത വാക്ക് പാലിക്കാതെ എന്നിട്ടില്ല. ഞങ്ങൾക്കത് പൂർത്തിയാക്കിയേ പറ്റൂ. എനിക്കും ഇയാളുടെ ശത്രുതയൊന്നുമില്ല. ഇയാളുടെ കയ്യിൽ എനിക്ക് ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. അത് എന്റെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഇയാളെ പോകാൻ സമ്മതിക്കില്ല. അപ്പൊ തന്നെ അടിച്ച് തോൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുമല്ലേ? അയ്യോ, രക്ഷിക്കണേ. ശരിക്കും കുടുങ്ങി. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക. Stop in the name of law. The name is Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Charge.
അയ്യോ ചേട്ടാ വിട 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 അയ്യോ ബദലു മോട്ടു അതെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വിടാം. ഞാൻ വിടില്ല നിങ്ങളെ. ഇവനാണ് എന്റെ ദേഹത്ത് വന്ന് ഇടിച്ചത്. ഇവന്റെ റൂം നമ്പർ എന്താണ്? സർ റൂം നമ്പർ 101 ഫസ്റ്റ് ഫ്ലോർ. യെസ്, വേഗം പോകാം. എങ്ങനെയോ നമ്മൾ ഇവിടെ എത്തി. ലോക്കറ്റ് എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. അദ്ദേഹത്തിന്റെ ആളുകൾ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരും. എല്ലാ സ്ഥലത്തും തെരയോ, ഒരിക്കലും വിടരുത്. ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്ക് പൗച്ച് കിട്ടി. ഇവരാരാ? നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറ. സോറി മോട്ടു, എന്നെ കൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായല്ലേ. എന്റെ പൗച്ച് നിങ്ങളുടെ അടുത്ത് മാറിപ്പോയതാണ് ഇത്രയും അധികം പ്രശ്നം. ആ പൗച്ച് നിങ്ങളുടെ ആ ടേബിളിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ പൗച്ച് എടുത്ത് ഞങ്ങൾ പോവുകയാണ്. ഓക്കെ പൗച്ച് നിങ്ങൾ എടുത്തോണ്ട് പൊയ്ക്കോളൂ. പക്ഷേ അതിനകത്തൊരു ലോക്കറ്റ് ഉണ്ട്. അത് തിരിച്ചു തന്നേക്ക്. കാരണം അതിൽ ഡെവിൾസ് ഹാർട്ടിന്റെ മാപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഓ സോറി, ആ ലോക്കറ്റിൽ ഒന്നുമില്ല. അതൊരാളുടെ അടയാളം. ഇതിന്റെ അടുത്ത് മാപ്പ് ഉണ്ടെന്നോ? ലോക്കറ്റ് ആണല്ലോ ഉള്ളത്. അപ്പൊ 4 പീസ് നമ്മളുടെ അടുത്താണ് ഉള്ളത്. മാപ്പിന്റെ 3 കഷ്ണം ഇതിന്റെ അകത്തായിരുന്നു. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കൂട്ടുകാരെ വരൂ, ഓടിയേക്കാം. അതെ, എല്ലാരെയും പിടിക്കൂ. ആരും ആ പൗച്ച് എടുക്കാൻ പാടില്ല. ആ ബാഗ് വേഗം അടിച്ചു മാറ്റി. ചേട്ടാ ഇത് പെട്ടെന്ന് പിടിക്കേ. അതല്ല, ഇത് പിടിക്കാം. ഇത് അവനെ പിടിക്കൂ. മാപ്പ് അവന്റെ അടുത്ത് നിന്ന് വാങ്ങൂ. മോട്ടു, നീ പൗച്ച് മാറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ്. നീ ആ പൗച്ച് എന്റെ അടുത്ത് തന്നിട്ട് പോ. ഓ അങ്ങനെയായിരുന്നു. താങ്ക് യു ചേട്ടാ. ഇതാ ചേട്ടന്റെ പൗച്ച് പിടിച്ചോളൂ. താങ്ക്സ് മോട്ടു. ബൈ ബൈ. ബൈ ബൈ. നീ എന്ത് പണിയെ കാണിച്ചത്? പെട്ടെന്ന് ഓടിപ്പോക്കോ. സെൻസായി ഗോറില്ലയുടെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ടാ പിന്നെ ഒരിക്കലും പുറത്തു പോകാൻ പറ്റുകയില്ല. എല്ലാവരും വേഗം വരും, ഇവിടുന്ന് രക്ഷപ്പെടാം. കള്ളന്മാർ ആ ഭാഗത്താണ്. നമുക്ക് അങ്ങോട്ട് പോകാം. പൊളിച്ചെടുത്തല്ലോ, വേഗം പെട്ടോ. പൊളിച്ചെടുത്തല്ലോ, വേഗം മോട്ടോർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം.
നമ്മളെ കൊണ്ട് ഓടാൻ പറ്റില്ല. അവന്റെ അടുത്ത് മാപ്പിന് 4 കഷ്ണങ്ങളുണ്ട്. അവൻ ഡെവിൽ ആർട്സിനെ തിരയാൻ തീർച്ചയായും പോകും. നമ്മൾ അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തായി പറയുന്നേ? എന്റെ ചങ്കേന്റെ ബ്രോ, നമുക്ക് എങ്ങനെ അവനെ തടഞ്ഞു നിർത്താനാവും? ഈ ഐലൻഡിലേക്ക് വരാനും പോകാനും ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഈ ജെട്ടി. നമുക്ക് അവന്റെ ഒவ்வொரு മൂവ്മെന്റും നിരീക്ഷണം ചെയ്യണം. എന്റെ അമ്മോ, ഒരുപക്ഷെ അവൻ ഹെലികോപ്റ്ററിലെങ്ങാനും പോയാലോ? നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം എല്ലാം കഴിഞ്ഞ പോലെയാണ്. അതേ പത്തില് വെറും വയറ്റിൽ ബുദ്ധി വർക്കില്ലെന്ന് നിനക്കറിയില്ലേ? എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ആലോചിക്കേ. ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്ക് ഈ മോട്ടോർ ബോട്ടിനെ ഹെലികോപ്റ്ററിന്റെ പുറകിൽ പോകുന്നത് പോലെ ആക്കി മാറ്റാൻ കഴിയുമോ? ഒരു പ്രശ്നമില്ല എന്റെ ചങ്കേന്റെ ബ്രോ. നമുക്ക് ഹെലികോപ്റ്ററെ ഈ ബോട്ടിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് രാത്രി മുഴുവൻ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡെവിൾസ് ഹാർട്ടിന്റെ മാപ്പ് എന്റെ കയ്യിലാണിപ്പോ. ഗൊറില്ല ഐലൻഡ് അല്ലേ? ഇതെനിക്കറിയാമല്ലോ മിസ്റ്റർ ബൾക്ക്. നാളെ കാലത്ത് നമ്മൾ ഡെവിൾസ് ഹാർട്ട് നോക്കാനായിട്ട് പോകും. നാളെ ഫുൾ മൂൺ രാത്രിയാണ്. നമ്മൾക്ക് അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്താലും ഡെവിൾസ് ഹാർട്ട് എടുത്തേ പറ്റൂ. ഇനി മുതൽ ഡെവിൾസ് ഹാർട്ട് എന്റേതായിരിക്കും. എന്റേത്. എന്റെ ചങ്കേന്റെ ബ്രോ, നമ്മുടെ പണി തീർന്നേ. ഇറ്റ്സ് ഓവർ. അതെ എന്റെ വലിയേട്ടാ, ഒച്ച വെച്ച് സംസാരിക്കാതെ. ഗൊറില്ല ഇപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. അതും ഡെവിൽ ആർട്സിനെ തെരഞ്ഞാണ് പോകുന്നത്. ഡോക്ടർ ജഡ്ക, ഇപ്പൊ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. വേഗം മോട്ടോർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേ പ്ലീസ്. ഇപ്പൊ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ. അവന്മാരെ മോട്ടോർ ബോട്ടിലുണ്ട്. അവന്മാരെ എത്രയും പെട്ടെന്ന് പിടിക്കൂ. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഗാർഡ്സ് പുറകെ തന്നെ വരുന്നുണ്ട്. എന്റെ മാജിക് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാൻ, കണ്ടോളൂ. ഇതൊക്കെ നടക്കുവോ? ആർക്കും ചേട്ടാ, ഡോക്ടർ ജഡ്ക നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും. പെട്ടെന്ന് വാ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ പറയുന്ന അത്ര സമയമില്ല. നമ്മളിവിടെ ഇറങ്ങേണ്ടത്. വരൂ പോവാം. പൊളിക്കടുത്തല്ല. വേഗം വന്നേ. വരൂ വരൂ, പെട്ടെന്ന് ചെല്ല്. ആർക്കോ ചേട്ടാ, ഇനി കൂടുതൽ ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ ഈ ബോട്ടിന്റെ അടുത്ത് തന്നെ നിൽക്കൂ. ഞങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ. ശരി മോട്ടു പത്ലു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. പത്ലു, അത് കണ്ടില്ലേ? അവരേത് വഴി കൂടെ പോവുകയാണ്. വേഗം വരൂ.
വരുന്നത്. അയ്യോ എന്റെ അമ്മ. അയ്യോ എന്റെ അമ്മ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ പൊളിച്ചെടുത്തല്ലോ. ഈ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇനി ഒരിക്കലും തിരിച്ചു പോയില്ലാന്ന്. മമ്മി രക്ഷിക്കണേ. ഇതെന്തുവാ സ്ഥലം? ഹൈലി ഡേഞ്ചർ. മോട്ടുവും ഞാനും മുമ്പിൽ പോവാം. നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യൂ. വരൂ മോട്ടു. പോകാം. മോട്ടു കലക്കി. ഞാനെങ്ങനെ പോകും? അല്ല, നിങ്ങൾ എന്താ അവിടെ നിന്ന് കാഴ്ച കാണുവാണോ? വരൂ, വേഗം വരൂ. ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങള് വന്നാലേ ഈ ലാഭയിൽ ഞങ്ങളെ മുങ്ങി കരിഞ്ഞു പോവും. എന്റെ അമ്മ മോട്ടു, നീ പത്ലൂണൊരു ഐഡിയ കൊടുത്തില്ലേ? അതുപോലെ ഞങ്ങൾക്കൊരു ഐഡിയ തന്നേ. ഐഡിയ കേൾക്കൂ. അവിടെ തോന്നുന്ന സാധനമില്ലേ, അതിൽ നിന്ന് ഒന്നിൽ പിടിച്ച് ഒന്നിലേക്ക് മാറി മാറി വന്നോളൂ. വേഗം ഇവിടെ എത്താം. പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ. എനിക്ക് പേടിയാവുന്നു. രക്ഷിക്കണേ. മമ്മി, ഡാഡി, ആന്റി. മതി മതി, നിർത്ത്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അവസാനത്തെ കടമ്പയാണ്. എല്ലാവരും ഒന്ന് മാറിലേക്ക്. ബോസ്, നമ്മളെങ്ങനെയോ ഇങ്ങോട്ട് എത്തി ബോസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വാ. പത്തുലു, എന്താണ് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ പുക നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് മുന്നിലുള്ളതൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ എവിടെയാണ്? രക്ഷിക്കണേ. ഭയങ്കര ആളുകളെ കൊക്കയാ. നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് പേടിയാ. മോട്ടു, നീ ഒന്ന് നിൽക്ക്. ഇങ്ങോട്ട് നോക്ക്. അവരൊക്കെ ഇത് ചാടിക്കടന്നാ പോയിരിക്കുന്നേ. നമുക്കും വേഗം അങ്ങോട്ട് പോകണം. വരൂ. പക്ഷെ നമ്മൾക്ക് അവരെ പോലൊന്ന് ലോങ് ജമ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. പത്തുലു, വേറും വെയിറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്ക്. ഐഡിയ പിടിച്ചോ മോട്ടു. ഇനി ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇനി നോക്കിക്കോ എങ്ങനെ എല്ലാവരും ഓരോന്ന് പിടിച്ചോ.
Come on, be strong. മോട്ടു മോട്ടു ഇവിടെ എത്തിയോ? ഈ പ്രാശവന്മാരെ വെറുതെ വിടില്ല ഞാൻ. സോറി ചേട്ടാ. ചേട്ടാ പത്രം എന്റെ ചങ്കേന്റെ ബ്രോ, എനിക്ക് ജമ്പൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. ഒരു മിനിറ്റ്, ഇന്ന പിടിച്ചോ. എല്ലാവരും എന്റെ പുറകിൽ വരൂ. സൂപ്പർ. ഇങ്ങനെ ഓരോന്ന് എടുത്തു വെക്കേ. വന്നോളൂ. മോട്ടു, നീ ആ വുഹാനെ പിന്തുടർന്ന് പോ. ഈ ഹൾക്കിനെ ഞങ്ങൾ നോക്കിക്കോളാം. അവസാനം എനിക്ക് ഡെവിൾസ് ഹാർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഭൂമിയിൽ എന്നെ ആർക്കും തകർക്കാനാവില്ല. നിനക്ക് ഇത് എടുത്തോണ്ട് പോകാൻ കഴിയില്ല. നിങ്ങളാരാ? മുമ്പിൽ വാ. അയ്യോ, ഞാനാണ് ടാക്കാഹാഷി, ഈ ഡെവിൾസ് ഹാർട്ടിന്റെ പ്രൊട്ടക്ടർ. എന്ത്? ഈ ആരാണെങ്കിലും എവിടെ നിന്ന് വന്നതാണെങ്കിലും തിരികെ പൊക്കോ, അല്ലെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇത്രയും ദൂരം വന്നത് മടങ്ങിപ്പോവാനല്ല. ഞാൻ പറഞ്ഞതല്ലേ തിരിച്ചു പോകാൻ. ഞാൻ തിരിച്ചു പോകാനല്ല വന്നേ. അയ്യോ, ചതി കൊണ്ടാണ് തീ തോപ്പിച്ചേ. നീ നിന്റെ ആർട്ടിനെ അപമാനിക്കുകയാണ്. നല്ല ഫൈറ്ററാണ്, പക്ഷെ ഹൃദയം കൊണ്ട് നീ ദുഷ്ടനാ. പക്ഷെ എനിക്ക് സന്തോഷം ഇതോർക്കുമ്പോഴാ. അതായത് നിന്നെ തടയാൻ ഒരുത്തൻ വന്നു കഴിഞ്ഞു. എനിക്ക് അയാളെ കാണാൻ സാധിക്കുന്നുണ്ട്. അയാള് നിന്നെ തടയും. എവിടെയാ ഉള്ളത്? ഞാൻ നിന്നെ ഇത് വെറുതെ വിടില്ല. ഈ മോട്ടു ഇവിടെ എത്തിയോ? ഇപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കാം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. മോട്ടു, എന്നെ പിന്നെ തല്ല്. ആദ്യം ഇയാളെ രക്ഷപ്പെടുത്ത്. ഇതാരാ? ഇദ്ദേഹം എന്റെ ഗുരുവാണ്, സെൻസൈ ടാക്കാഹാഷി. നമുക്ക് എന്ത് ചെയ്തും ആ ഡെവിൾസ് ഹാർട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തേ പറ്റൂ. എന്നെ ഒന്ന് സഹായിക്കും മോട്ടു.
ചേട്ടാ കരയില്ലേ, ചേട്ടാ കരയില്ലേ. ഞാനിപ്പൊ തന്നെ ഹാർട്ട് ചേട്ടനെ കൊണ്ട് തരാം. കിട്ടിപ്പോയി, കിട്ടിയില്ല. ഈ അമ്മക്ക് എന്റെ നേരെയാണ് വരുന്നേ. എങ്ങനെ രക്ഷപ്പെടുന്നേ? അയ്യോ, അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. എന്റെ ദേഹത്ത് കൊള്ളില്ല. ആ, ഇത് കൊണ്ടില്ല. മോട്ടു പെട്ടെന്ന് ചെയ്യ. താക്കാശിയുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പെട്ടെന്ന്. കിട്ടിപ്പോയി. ഇത് ഇത് അയ്യോ, വേണ്ട വേണ്ട, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, പെട്ടെന്ന് ഡെവിൾ സാട്ട് എന്റെ കയ്യിലെത്താ. ഇതാ പിടിച്ചോ. മോട്ടു ഈ ഒരു വെറും പാവമാണ്. ഡെവിൾ സാട്ട് എന്റെ കയ്യിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്നെ ഈ ലോകത്ത് ആർക്കും നശിപ്പിക്കാനാവില്ല. എന്നെ ഈ ലോകത്തെ യാതൊരു ശക്തിക്കും എന്നെ തടയാനാവില്ല. വേണ്ട, രക്ഷിക്കണേ. മോഹൻ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. പത്ലു, രക്ഷിക്കണേ. മോട്ടു എന്തോ ആപത്തിലാണ്. നമുക്ക് അവനെ വേഗം രക്ഷിക്കണം. വരൂ. ഞാൻ വരുന്നുണ്ട്. ബൈ ബൈ മോട്ടു. ഈ ഞങ്ങളുടെ കൂടെ ഇവിടെ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്ലു. മോട്ടു, മോട്ടു, പത്ലു. മോട്ടു, മോട്ടു, മോട്ടു. എന്റെ മോട്ടു, നീ എവിടെയാ? പത്ലു, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. പത്ലു. മോട്ടു, കയ്യിൽ പിടിച്ചോ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കിട്ടി. ഇതാ പിടിച്ചു. മോട്ടു, ഐ ലവ് യു. കേറി വാ മോട്ടു, കേറി വാ. മോട്ടു, ഒന്ന് വേഗം കേറ്. മുകളിലേക്ക് കേറി വാ. മോട്ടു, മോട്ടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ പത്ലു, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ പറ്റിയേ? എന്താ? താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എനിക്കിപ്പോ കുഴപ്പമില്ല. പക്ഷെ ആ ഹാർട്ട് വുഹാൻ ഗൊറില്ലയുടെ കയ്യിലായി കഴിഞ്ഞു. അങ്ങനെയാണോ? അയാളെ നിങ്ങൾ പെട്ടെന്ന് പോയി തടയണം. അത് നിനക്ക് മാത്രമേ സാധിക്കൂ. ഞാൻ നിന്റെ അകത്തുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാ പറയണേ, നിനക്ക് മാത്രമേ വുഹാനെ തടയാൻ സാധിക്കൂ. നിന്റെ ആത്മവിശ്വാസത്തിന് മാത്രമേ അയാളെ തോൽപ്പിക്കാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ട് നീ അയാളെ ജയിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിനക്ക് തരാം. അയാളെ നശിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. നിനക്ക് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. ഞാനിപ്പോ മടങ്ങുക. ഞാനിതാ എത്തിക്കഴിഞ്ഞു വുഹാൻ. ഇന്ന് ആ സമയം വന്നിരിക്കുന്നു. ഞാൻ വർഷങ്ങളോളം ആഗ്രഹിച്ച ആ സമയം. ഇപ്പം പൂർണ്ണചന്ദ്രൻ ഇറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പൊ നിങ്ങൾ എല്ലാവരും അത്ഭുതം കാണാനായിട്ട് തയ്യാറായിക്കോളൂ.
വുഹാൻ! മോട്ടു, നീ ഇവിടെയും വന്നോ? എവിഡ്സ് നാട്ട് സ്വന്തമാക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. പിടിച്ചോ. ഇന്ന് നിന്റെ തോൽവിയുടെ ദിവസമാണ് വുഹാൻ. What is happening? ഇനി വാ മോട്ടു. മോട്ടു നിൽക്ക. മോട്ടു ഞാൻ പോവണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. വുഹാൻ, ഇന്നാ നിനക്കുള്ളത് വരുന്നു. പൊളിക്കണ്ടല്ലോ മോട്ടു, പൊട്ടിക്കണേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. പത്തില് പേരും വീട്ടിൽ എന്റെ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യില്ലെന്നറിയില്ലേ? ഏതെങ്കിലും പെട്ടെന്നൊന്ന് ആലോചിക്കേ. അല്ല മോട്ടു, ഇവനെ ആർക്കും ഭൂമിയിൽ വെച്ച് തോൽപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അല്ല, അപ്പൊ അവനെ ആകാശത്ത് വെച്ച് തോൽപ്പിക്കാലോ. അടിപൊളി ഐഡിയ ആണ് പത്ലു. വാ, നമുക്ക് അവന് മോട്ടു പത്ലുവിന്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കാം. പവർ. ഇനിയിപ്പോ എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. എങ്കിൽ നീ ഇത് പിടിക്ക്. പിടിക്ക്. ഇതും പിടിക്ക്. പിടിക്ക് 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 പിടിക്ക്. അവനെ വെറുതെ വിടരുത്. Yes. ഇതാ പിടിക്ക് 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 പിടിക്ക്. ഇതാ പിടിക്ക്. ഇത് പിടിക്ക് 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 പിടിക്കടാ. ഇതാ പിടിക്കടാ. പത്ലു. പത്ലു. മോട്ടു, ഷിംസെ തകാഷി പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചോളൂ. ശരിക്കും ഓർമ്മിക്ക്. അദ്ദേഹം എന്താ നിന്നോട് പറഞ്ഞത്? അതെ, നിന്റെ ആത്മവിശ്വാസത്തിന് മാത്രം അയാളെ തോൽപ്പിക്കാൻ കഴിയൂ. എന്ത് ചെയ്താലും നീ നിന്നെ തന്നെ വിശ്വസിച്ചിട്ട് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ
നിനക്ക് എന്തും ചെയ്യാൻ സാധിക്കും. എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയും. എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയും. എനിക്കിവനെ തോൽപ്പിക്കാൻ കഴിയും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്കുള്ളത് ഇതാ പിടിച്ചു. ഞാനിതാ വരുന്നു. നിന്റെ കഥ ഇതോടെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇത്? ദേ പോകുന്നു വുഹാൻ. കലക്കി. എന്തുണ്ട് വിശേഷം? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ സേഫ് ആണ്. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഞാൻ വളരെയധികം താങ്ക്സ് പറയുന്നു. എന്റെ അനിയനെ രക്ഷപ്പെടുത്തിയില്ല നിങ്ങള്. വളരെയധികം താങ്ക്സ് പറയുന്നു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ചേട്ടൻ ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ, നിങ്ങൾ എന്നെ മാത്രമല്ല രക്ഷപ്പെടുത്തിയത്, ഇവിടെ എന്നെ പോലുള്ള എല്ലാവരെയുമാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ അടിമകളായിരുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വരൂ, നമുക്ക് മോട്ടുവിന് ഒരു അടിപൊളി സമോസ പാർട്ടി കൊടുക്കാം. मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी। Watch India's largest kids library only on Jio Hotstar. Download the app now.